ഇത് ലോകത്തിൽ പലയിടത്തും ആരംഭിച്ചിട്ടുണ്ട്. അത് മതി, ഉണർവുണ്ടാകാൻ അത് മതി. ബാക്കിയെല്ലാം ദൈവമാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മളെല്ലാം വെറും പൊട്ടന്മാരാണ്. ദൈവത്തിൻ്റെ ആത്മാവിന് ഒരിക്കലും അബദ്ധം പറ്റത്തില്ല. അതുകൊണ്ട് മുൻവിധികളെ കളഞ്ഞ് തെറ്റിദ്ധാരണകളെ കളഞ്ഞ് അബദ്ധധാരണകളെ കളഞ്ഞ് പരിശുദ്ധാത്മാവിന് വേണ്ടി വിധേയപ്പെടുത്തി കൊടുക്കുവാൻ ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് സ്നേഹത്തോടെ വിനയത്തോടെ ബുദ്ധി പറയുന്നു. സ്തോത്രം, 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 സ്തോത്രം. ഞാൻ മധ്യപ്രദേശിൽ ഭോപ്പാലിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ എൻ്റെ കൂടെ ഒരു സഹശുശ്രൂഷകനുണ്ടായിരുന്നു. യോഗം കഴിഞ്ഞ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മുമ്പോട്ട് വിളിച്ചപ്പോൾ കുറേ പേര് വന്നു. ഞാൻ ചെന്ന് കൈവച്ച വഴി ഒരാൾ താഴെ പോയി. എൻ്റെ കൂടെ നിന്ന പാസ്റ്റർ എന്നോട് ചോദിച്ചു, അച്ഛാ നമ്മൾ കുഴഞ്ഞല്ലോ, ഇത് വല്ലൊരു വീഡിയോ എടുത്താൽ നമ്മുടെ ഗതി എന്താവും? ഈ പ്രാർത്ഥിക്കുന്നതിനിടെ പുള്ളി എന്നോട് ചെവി പറയുക. ഞാൻ പറഞ്ഞു, എന്നാൽ അടുത്ത ആളുടെ തലേ ബ്രദർ കൈ വെക്കാൻ പറഞ്ഞു. പുള്ളി കൈ വെച്ചു, അതും താഴെ പോയി. കൈ വെച്ചതെല്ലാം താഴെ പോയി. ഞാൻ ചോദിച്ചു, ബ്രദർ തള്ളിയായിരുന്നോ? ഇല്ല. ഞാൻ തള്ളുന്ന കണ്ടായിരുന്നോ? ഇല്ല. പിന്നെ ഇപ്പം എന്തിനാ വിഷമിക്കുന്നത്? പിന്നെ എന്തിനാ പരാക്രമം പിടിക്കുന്നത്? എന്തിനാ? നമുക്കാകെ പേടിയാണ്. ആരെ? മനുഷ്യരെ. നമുക്കാകെ പേടിയാണ്. സ്തോത്രം. ഏതായാലും ഞാൻ യോഗം കഴിഞ്ഞിട്ട് സഭാ ശുശ്രൂഷനെ വിളിച്ചു. ബ്രദറെ, ഈ ആൾക്കാർക്ക് കുറച്ച് പേര് വീണല്ലോ, പേടിക്കണ്ട, അച്ഛൻ പേടിക്കണ്ട, അവരെല്ലാ യോഗത്തിലും വീഴുമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് സമാധാനമായി. അപ്പോഴെനിക്ക് സമാധാനമായി. പക്ഷേ ഇതൊരു ശുശ്രൂഷ എടുത്തിട്ട് തള്ളിക്കൊണ്ട് നടക്കുക. ഇവിടെ തൊട്ട് അവിടം വരെ തള്ളും വീഴുന്നവരെ. അവിടെയാണ് ഈ കുഴപ്പം വരുന്നത്. കാരണം ഞാൻ തൊട്ടപ്പോൾ വീണു, അവൻ തൊട്ടിട്ട് വീഴുന്നില്ല, പിന്നെ അവൻ തള്ളിക്കൊണ്ട് നടക്കുക. വീഴ്ത്തലൊരു മിനിസ്ട്രി അല്ലല്ലോ. പക്ഷെ ഒരു മനുഷ്യൻ ആത്മനിറവിൻ്റെ നടുവിലോ ഭൂതം ബാധിച്ചിട്ടോ വീണാൽ നിങ്ങൾക്ക് തന്നെ കുഴപ്പം. അപ്പം നമ്മളൊരു ചെറിയ സ്കെയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് ഹോളി സ്പിരിറ്റ് നിൽക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ നിർത്തും. അത് തന്നെ, അതാണല്ലോ പരമ്പരാഗതമായി ചെയ്തു പോരുന്നത്. അത് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ പരിശുദ്ധാത്മാവ് അവിടെ നിൽക്കണമെന്നില്ല. പരിശുദ്ധാത്മാവ് ചെറിയൊരു കൂട്ടത്തെ തേടും അപ്പുറത്ത്. പരിശുദ്ധാത്മാവിന് വേണ്ടി കൊതിക്കുന്ന ദാഹിക്കുന്ന ഒരു കൂട്ടത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പോകും. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ നീരൊഴുക്കുകളെ പകരും. ഹല്ലേലൂയ, ആമേൻ. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. അപ്പോൾ അങ്ങനെ ഒരു ദാഹത്തോടെ മറ്റെല്ലാറ്റിനേക്കാളും അധികം ദൈവസാന്നിധ്യത്തെ കൊതിക്കുന്ന, മറ്റെല്ലാറ്റിനേക്കാളും അധികം അഭിഷേകത്തെ കൊതിക്കുന്ന, മറ്റെല്ലാറ്റിനേക്കാളും അധികം ആത്മനിറവിനെ കൊതിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാകാൻ ദൈവമിടയാക്കട്ടെ. ഞാൻ വേദപുസ്തകം ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ ബൈബിൾ അതിൻ്റെ ഉള്ള അർത്ഥത്തിൽ ദൈവം ഉദ്ദേശിച്ച അർത്ഥത്തിൽ സംസാരിക്കണമെങ്കിൽ അഭിഷേകം അതിന്മേൽ വരണം. ഇല്ലാതെയും പ്രസംഗിക്കാം. ഒത്തുവാക്യങ്ങൾ നിരത്തി വെച്ച് 8 പോയിന്റുള്ളൊരു പ്രസംഗം പറയാൻ വേണമെങ്കിൽ ഒടുവിൽ പ്രസംഗിച്ചവൻ തന്നെ നിരാശയിലാണ് എന്ന് സൂക്ഷ്മ പരിശോധന നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം എവിടെയും കൊള്ളുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല. നാളുകൾ കഴിയും തോറും ജഡീകരും വഴക്കാളികളും പകയും പിണക്കവും ഉള്ളവരായിത്തീരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നില്ല. നമ്മുടെ വിഷയത്തോട് നമുക്ക് വരാം. എന്നെ കർത്താവ് ഏൽപ്പിച്ച കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. അത് ഇന്നലെ ഇവിടെ തുടങ്ങി വെച്ചു. വായിക്കാം. 1 പത്രോസ് 2:1-2. ആമേൻ. രക്ഷയ്ക്കായി വളരുക. വളരാൻ വേണ്ടി വചനം എന്ന മായമില്ലാത്ത പാല് കുടിക്കാൻ വാഞ്ചിക്കും. സ്തോത്രം. വളർച്ച ആവശ്യമാണ്, അതിന് വചനം ആവശ്യമാണ്.
അതിന് വാഞ്ച ആവശ്യമാണ്. വിശപ്പില്ലാതെ കഴിക്കാൻ പറ്റില്ല. വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചിക്കുകയും വളരുക, ആത്മീയമായി വളരുക. എന്താണ് വളർച്ച? അതിലേക്കാണ് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് പറഞ്ഞതിൻ്റെ വിഷയത്തിലോട്ട് വരുന്നതിന് മുമ്പ് ഇന്ന് രാത്രിയിൽ അല്പം കൂടെ ലളിതമാക്കി വിവരിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഒന്നുകൂടെ വായിച്ചാട്ടെ, 2:1-2. ആകയാൽ എന്ന വാക്ക് അവിടെ വന്നതിൻ്റെ കാരണമാണ് ഇന്നലെ പറഞ്ഞത്. നിങ്ങൾ വീണ്ടും ജനിച്ചതിനാൽ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതിനാൽ നിങ്ങൾ വളരണം. അപ്പോൾ ഈ വാക്യം പറയുന്നത് പാപികളോടല്ല, വിശുദ്ധന്മാരോടാണ്, വിശ്വാസികളോടാണ്. ആകയാൽ സകല ദുഷ്ടതയും, എല്ലാ ചതിവും, വ്യാജഭാവവും, അസൂയയും, എല്ലാ നുണയും, അപ്പം ഇതെല്ലാം രക്ഷിക്കപ്പെട്ട ശേഷവും ഉണ്ട്. അല്ലാതെ ഞാൻ കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയ്ക്ക് നീക്കിയതായിരുന്നു, അത് ശരിയാ. ഷേവ് ചെയ്യുന്ന പോലെയായിരുന്നു. രാവിലെ നീക്കും, വൈകുന്നേരം വീണ്ടും വരും. വീണ്ടും നീക്കിയില്ലെങ്കിൽ ഞാൻ പണ്ടൊക്കെ ആയ കാലത്തൊക്കെ നന്നായിട്ട് ഷേവ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതുപോലെ മരണം വരെ നീക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിലോ ഒരു ജഡീകനായി പോകും. അത്രേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഗുരുതരമായൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കാണാൻ പോവുക. മൂന്ന് സഭകളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. ഒന്ന് കൊരിന്ത് സഭ, 1 കൊരിന്ത്യർ 3:1-2. ആ, ശ്രദ്ധിച്ചായിരുന്നോ? കൊരിന്തിലെ വിശ്വാസികളോട് പൗലോസ് പറയുകയാണ്, നിങ്ങളോട് എനിക്ക് ആത്മീയരോട് എന്ന പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. ശ്രദ്ധ ഒന്നുകൂടെ ഒന്ന് ട്യൂൺ ചെയ്യണേ. കൊരിന്ത്യരോട് പറയണം നിങ്ങൾ ആത്മീയരല്ലെന്ന്. പിന്നെ നിങ്ങൾ ആരാ? വായിച്ചപ്പോൾ എന്ത് കേട്ടു? ഒന്നുകൂടെ വായിച്ചു. ആ ആ ജഡീകൻ എന്നതിന് മറ്റൊരു പേര് പറഞ്ഞാൽ എന്തു പറയാം? ശിശു അല്ലേ? ബൈബിളായി പറയുന്നു, വചനമായി പറയുന്നു. അപ്പം ജഡീകൻ എന്നൊരാളെ വിളിച്ചാൽ കട്ടിയായിപ്പോയി, ചീത്ത വിളിക്കുന്ന പോലെയാണ്. അവനൊരു ജഡീകനാണ്. അങ്ങനെ വിളിക്കണ്ട ഇനിയും തൊട്ട്. അവനൊരു ശിശുവാന്ന് പറഞ്ഞാൽ അപ്പോൾ പ്രശ്നം തീർന്നു. വെറുതെ ഇങ്ങനെ ആൾക്കാരെ പിണക്കുന്നതിന്, സഭയെ വഴക്കുണ്ടാക്കുന്നതിന് എന്നെ വിളിച്ചാൽ മതി, ശിശു അല്ലേ. കൊച്ചുങ്ങളാവുമ്പോൾ നമ്മൾ അങ്ങനെ പിണങ്ങത്തില്ല. നമ്മൾ സഹിക്കാൻ മേലാതെ വരുമ്പോൾ അവൻ അല്ലേലും ഒരു ജഡീകനാന്ന് പറയും. രണ്ടും ഒന്ന് തന്നെയാ. അപ്പം ശ്രദ്ധിച്ചേ, മർമ്മമാണ്. വളർന്നില്ലെങ്കിൽ എന്താവും? ഉറക്കെ പറ. ജഡീകനാകും. അവിടെ പറയേണ്ടത്. ശിശുക്കളാണല്ലോ വളരാത്തത്. വളർന്നില്ലെങ്കിൽ എന്താവും? ജഡീകനാവും. വളർന്നില്ലെങ്കിൽ ജഡീകനാവും. പ്രൈസ് ദി ലോർഡ്. ഇനി താട്ട് വായിച്ചേ. എന്ന് പറഞ്ഞാൽ വചനത്തിൻ്റെ ആഴമുള്ള സത്യങ്ങൾ വേണ്ട. പിന്നെ എന്നാ വേണ്ടത്? വായിച്ചോ. ആ, എന്താ ഈ വചനത്തിലെ കട്ടിയായ ആഹാരം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ വിചാരിച്ചുകൊണ്ടിരുന്നത് പുള്ളിപ്പുലിയുടെ പുള്ളി, മറ്റേ നമ്മുടെ ഘോരവും ഭയങ്കരമായ മൃഗത്തിൻ്റെ കൊമ്പും കാര്യങ്ങളൊക്കെയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ വിനയത്തോടെ പറയുക, അതല്ല. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുക. ആ വളർച്ചയെക്കുറിച്ച് പറയുന്നത് ഇഷ്ടമല്ലാത്ത ആളുകളെയാണ് ജഡീകര്.
അതാ ജഡീകൻ. അല്ല, ഇപ്പം മൃഗത്തിൻ്റെ കൊമ്പൊക്കെ വ്യാഖ്യാനിച്ച് കേട്ടിരുന്നാൽ എന്നെ കുഴപ്പമുള്ളൂ? നല്ല രസമല്ലേ? യുദ്ധത്തെക്കുറിച്ചും ബോംബിനെ കുറിച്ചും ഒക്കെ കേട്ടാൽ നമ്മളെ ബാധിക്കുകയില്ല. ഒന്നാമത്തെ കാര്യം അതങ്ങ് അവിടെയില്ലേ നടക്കുന്നത്. അതേസമയത്ത് ക്രിസ്തുവേശുവിലുള്ള ഭാവം എന്ന് പറഞ്ഞാൽ നമ്മളെ അകത്തോട്ട് കയറി, ചങ്കിനകത്ത് കയറും. അതേസമയം പലസ്തീനിൽ ബോംബിടുന്ന കാര്യം പറഞ്ഞാൽ ഓ കൊള്ളാം. ഒരു സഹോദരി ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു 2-3 ദിവസത്തെ ക്ലാസ് കേട്ടേച്ച് വന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ കേൾക്കേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഇല്ലായിരുന്നു, വരാൻ പറ്റിയില്ല. എങ്ങനെ? ഒയ്യോ, മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഒരു നേനോർത്തെന്ന് പറഞ്ഞു. ഞാൻ തമാശി പറഞ്ഞു, വന്നാ എൻ്റെ സിസ്റ്ററെ നമുക്കെന്നാ ഗുണം? അയ്യോ അതെന്നാ സിസ്റ്റർ, ഇന്നലെ കിടന്ന് ഈ പൈപ്പിൻ ചോട്ടി കിടന്ന് അടി കൂടുന്ന ഞാൻ കണ്ടതാണ്. വെള്ളം എടുക്കാൻ വരുമ്പോഴേ അവരുടെ പാത്രം കയറ്റി വെച്ചതിന് അവിടെ കിടന്ന് വഴക്കുണ്ടാക്കി. എന്നിട്ട് പന്തലി വെച്ച് വരുമെന്ന് തോന്നി. വന്നാൽ ആർക്ക് ഗുണം? ഒരുങ്ങിയിരിക്കുന്നവർക്ക് ഗുണം. അപ്പം ആളുകൾ ആവേശഭരിതരായതുകൊണ്ട് തന്നെ കാര്യമുള്ളേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മളെ ആവേശഭരിതരാക്കുന്നതല്ല ആത്മീയ വളർച്ച. നമുക്ക് കുറ്റബോധം ഉണ്ടായാൽ ആ മീറ്റിംഗ് പ്രയോജനം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നിവിടുന്ന് പോകുമ്പോൾ ഒരു അസ്വസ്ഥത നിങ്ങൾക്കുണ്ടാകണം. ഞാൻ ശരിയായിട്ടില്ല എന്നൊരു ചിന്ത വന്നാൽ പ്രയോജനമാണെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു ജീസസ്. കട്ടിയായ ആഹാരം വേണ്ട, പാല് മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും ഈ ഭാവികാല ശാസ്ത്രവും പാല. കാരണം മനുഷ്യർക്കെല്ലാം ഭാവി അറിയുന്ന ഇഷ്ടമാണ്. ഈ ആധുനിക കാലത്തും കൈനോട്ടക്കാരന് മുമ്പിൽ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഭാവി പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ പുതിയ ഷേമിലൊക്കെ ചെല്ലുമ്പോൾ എത്ര ഏക്കർ സ്ഥലം കിട്ടുമെന്നുള്ളതിനെക്കുറിച്ച് തർക്കം നടന്നുകൊണ്ടിരിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ആദ്യമൊക്കെ വായിച്ച് വന്നപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1.5 ഏക്കർ സ്ഥലം കിട്ടും ഒരാൾക്ക്. പിന്നീടൊരു പുസ്തകത്തിൽ വന്നപ്പോൾ 1.25 ഏക്കറായി. എന്നാ ക്ഷീണം പറ്റിയെന്നറിയോ? 25 സെൻറ്റ് സ്ഥലം പെട്ടെന്ന് പോകാന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റും. അത് അമേരിക്കയിലല്ല, പുതിയ യെരൂശലേമിലാണ് പോയത്. എത്ര രൂപ പോയതറിയോ? ഇതെല്ലാം രസമുള്ളൊരു കാര്യമാണ്, പക്ഷെ ആര് പോകും? ഇന്നലെ പറഞ്ഞു നിർത്തിയത്, അവനിൽ ഈ പ്രത്യാശ ഉള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ അല്ലാത്തൊരു പോകത്തില്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പം പിന്നെ എത്ര ഏക്കർ ഉണ്ടെന്നാണോ അറിയേണ്ടത്, അതോ പോകുന്ന എങ്ങനെയാണെന്നാണോ അറിയേണ്ടത്? പ്രൈസ് ദി ലോർഡ്. അമേരിക്കയിലേക്ക് വരാൻ ഒരുങ്ങുന്ന ആള് ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ ഭക്ഷണ രീതികളും എല്ലാം അറിയുന്ന നല്ലതാണെങ്കിലും അതൊന്നും റിസർച്ച് ചെയ്യണ്ട. മദ്രാസിൽ പോകുന്ന എങ്ങനെയാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മതി ഇതിനെക്കുറിച്ചുള്ള പഠനമൊക്കെ. കാരണം മദ്രാസിൽ നിന്നാണ് തീരുമാനിക്കുന്നത് നീ ഇങ്ങോട്ട് വരണോ വേണ്ടോ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിചാരിക്കുന്ന പോലെയാണോ ഈ കർത്താവിൻ്റെ വരവ്? അപ്പൊ വളർന്നില്ലെങ്കിൽ ജഡീകനാ. എന്തോ ഒരു ജഡീകന്മാരാ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. വളരുന്നില്ലെങ്കിൽ ജഡീകനാണ്. താഴോട്ടൊന്ന് വായിക്കാവോ? നിർത്തിക്കേ. ആത്മീയരാണെങ്കിൽ ഈർഷ്യയും പിണക്കവും ഉണ്ടാകലെന്നല്ല, ഉണ്ടായാലും ഇരിക്കത്തില്ല. കാലെ മുള്ളുകൊള്ളും, പക്ഷെ ഉടൻ തന്നെ എന്ത് ചെയ്യും? ഊരിക്കളയും. മനുഷ്യരാണോ ഇടർച്ച ഉണ്ടാവും. പക്ഷേ നീ ജയിക്കാനാണോ? നിന്നെ ഞാനങ്ങ് ജയിപ്പിച്ചേക്കാം, ഞാൻ തോറ്റേക്കാം. വിഷയം തീർക്കാൻ ആത്മീയൻ മുൻകൈ എടുക്കും. വിഷയം തീർക്കരുതെന്ന് ജഡീയൻ നിർബന്ധിക്കും. വിഷയം തീർക്കാൻ ആത്മീയൻ മുൻകൈ എടുക്കും. അബ്രഹാമും ലോത്തും കൂടി ഒരു ഇഷ്യൂ ഉണ്ടായി. അബ്രഹാം പറയാ എനിക്കാ റൈറ്റ്, ശരിയല്ലേ? അല്ലേ? അബ്രഹാം പറഞ്ഞു നീ എടുത്തു, ആദ്യം പ്രശ്നം തീരട്ടെ. ഇന്നലെ പറഞ്ഞു നിർത്തുക, ടിക്കറ്റ് ഉള്ളവനും ടിക്കറ്റ് ഇല്ലാത്തവനും കൂടെ വഴക്ക് കൂടുമ്പോൾ ഒന്ന് ആലോചിച്ചോണം. ആത്മീയൻ ഒരു പ്രോബ്ലം നീട്ടിക്കൊണ്ട് പോകത്തില്ല.
ജഡിക്കിന് പ്രോബ്ലം ഇല്ല, പിന്നെ എന്നാ ഒരു സഭയെന്ന് പറഞ്ഞാൽ എന്നാ ഒരു പ്രോബ്ലം വേണ്ടേ? ഒരു ട്രാൻസ്ഫറൊക്കെ വന്നാൽ ഒരു 6 മാസത്തേക്ക് കുശാല. കാരണം ഇങ്ങനെ ഫോൺ വിളിച്ചോണ്ടിരിക്കാമല്ലോ, പണി വേണ്ടേ? ആത്മീയനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ ഒഴിവാക്കുക. ജഡീയനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിനെ കുറിച്ച് ധ്യാനിക്കുക രാവും പകലും. വായിച്ചു നോക്കി, ഇപ്പൊ വായിച്ചത് ആ ഇരിക്കെ എന്ന് പറഞ്ഞാൽ അത് പഴകി നിൽക്കുക. 2012 ആരംഭിച്ച ഈർഷ്യ ഇപ്പോഴും തീർന്നിട്ടില്ല. എന്നിട്ട് കൈകൊട്ടിയോണ്ട് കാര്യമുണ്ടോ? ജീസസ്. ആത്മീയ വളർച്ച എന്ന് പറഞ്ഞാൽ എന്താ? അടുത്ത വാക്യങ്ങളിലേക്കൊക്കെ വരാൻ പോവുക. ഈർഷ്യയും പിണക്കമുണ്ട്, അത് സൂക്ഷിച്ചു വെച്ചിരിക്കുക, തീർക്കുകയല്ല, വിട്ടുകളയല. ഇതാണ് അവരുടെ വളർച്ചക്കുറവെന്ന് പറയുന്ന കാരണം. വളർന്നിട്ടില്ല, ശിശുക്കള, പിള്ളേരല്ലേ, പിണക്കം. അടുത്ത വാക്യന ആ പിന്നെ ആ അടുത്തത് ഗ്രൂപ്പിസം. ആത്മീയമായി വളർന്നില്ലെങ്കിൽ അവൻ ഗ്രൂപ്പ് കളിക്കും. ഞാൻ ഇന്ന പാർട്ടിയാ പേര് ഞാൻ പറയുന്നില്ല. ഓരോരോ വ്യക്തികളുടെ കൂടെ കൂടുക. കർത്താവിൻ്റെ കൂടെ ആരുമില്ല. Praise the Lord. ദുഃഖകരമായ മറ്റൊരു കാര്യത്തിലേക്ക് പോവുകയാണേ. കൊരിന്ത് സഭയുടെ കാര്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പതിനാലിന്റെ 26 മുതൽ വായിച്ചു. 14:26 മുതൽ. കേട്ടല്ലോ, ഈർഷ്യയുണ്ട്, പിണക്കമുണ്ട്, ഗ്രൂപ്പിസമുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, വെളിപ്പാടുമുണ്ട്. കേട്ടായിരുന്നോ? അന്തരീക്ഷം പോയോ? പോവുകയില്ല, ശ്രദ്ധിച്ച് കേട്ടോണം. അപ്പോൾ ഈർഷ്യയും പിണക്കം വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം? അന്യഭാഷ പറയാം. ഇത് ചതിയായിപ്പോയില്ല. ചോദ്യം, അത് കർത്താവിൽ നിന്നാണോ പാസ്റ്ററെ? പരിശുദ്ധാത്മാവിൽ നിന്നാണോ? തുറന്ന് നിങ്ങളോട് പറയട്ടെ, പരിശുദ്ധാത്മാവിൽ ആരംഭിക്കും, ബുദ്ധിയിൽ അവസാനിക്കും. പിന്നെ ഇത് പരിചയിച്ചതല്ലേ, ജഡത്തിൽ അങ്ങ് തകർക്കുക. വിനയമില്ല, സ്നേഹമില്ല, ക്ഷമയില്ല, സൂത്രമുണ്ട്. തട്ടിപ്പല്ലേ? ഇതാണോ പ്രോത്സാഹിപ്പിക്കുന്നത്? ആത്മീയനാണെന്ന് വരുത്താൻ വേണ്ടി ഒരു അന്യഭാഷ. യോഗം കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്ന വഴി അന്യഭാഷ പറഞ്ഞുകൊണ്ട് പോകാൻ പറ്റുമോ? ഈ സ്തേഫാനോസിനെ എതിരെ മറ്റൊരു പല്ല് കടിച്ചു. അങ്ങനെ ഒരു വാക്യം ഓർമ്മയുണ്ടല്ലോ. അവർ പല്ല് കടിച്ചുകൊണ്ട് അവൻ്റെ നേരെ വന്നു. അപ്പൊ ഇവനോ? ഒരാൾ പരിശുദ്ധാത്മാവെന്ന് അറിഞ്ഞിട്ടുണ്ടോയെന്ന് അറിയാൻ പുള്ളിയുടെ നേരെ നമ്മളൊന്ന് പല്ല് കടിച്ചാൽ മതി. അപ്പോൾ പുള്ളി നിറയും, വേറെ സാധനമേ ഉള്ളൂ. ശരിയായ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനെ നിങ്ങൾക്ക് ചീത്ത പറയിപ്പിക്കാൻ പറ്റുകയില്ല. നിങ്ങൾ അവനെ ദേഷ്യം പിടിപ്പിച്ച അവൻ എന്നാ പറയും? അവൻ ആത്മാവിൽ പ്രാർത്ഥിക്കും. അതേസമയം ഇവരുണ്ടല്ലോ,
ഇവരെന്തും പറയും. എല്ലാ ഭാഷയും അവർക്കറിയാം. ഇങ്ങനത്തെ കപടഭക്തന്മാരല്ലേ മറ്റുള്ളവരെ വിധിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്? സ്വഭാവത്തെ ബാധിക്കുന്നുണ്ടോ നിന്നിൽ വന്ന പരിശുദ്ധാത്മാവ്? നീ പറയുന്ന അന്യഭാഷ നിന്റെ ഫാമിലി ലൈഫിനെ ബാധിക്കുന്നുണ്ടോ? നീ പറയുന്ന മറുഭാഷ നിന്നെ ക്ഷമിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ? ജീസസ്. ഇല്ലെങ്കിൽ അത് ഭൂതമാ. ഭാര്യയോട് സ്നേഹ ബഹുമാനത്തോടുകൂടെ സംസാരിക്കാത്ത നീ, കടുവായെ പോലെ വീട്ടിൽ പെരുമാറുന്ന നീ, അന്യഭാഷ പറഞ്ഞാൽ കുറെ കഴിയുമ്പോൾ ഭൂതാവും. ഭർത്താവിനെ അപമര്യാദയായി സംസാരിക്കുന്ന നീ, അന്യഭാഷ പറഞ്ഞാൽ അത് ഭൂതമായി മാറും കേട്ടോ. അപ്പൊ ഇങ്ങനെ ജഡീകരായ ആളുകൾ കൂടിയിരുന്നുകൊണ്ട് ഒച്ചമേളം ഉണ്ടാക്കിയാൽ അതാണ് പരിശുദ്ധാത്മാവ്. അങ്ങനെ പറ പാസ്റ്ററെ, പാസ്റ്റർ വന്നാലെങ്കിലും ഇത് പറയുമല്ലോ എന്ന് ഞങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറ. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇതൊന്നും വേണ്ട, വരിക ഒരു പാട്ട് പാടുക, മൂന്നാമത്തെ പാട്ടിൻ്റെ മൂന്നാമത്തെ വരി വരുമ്പോൾ കടുപിടോ എന്ന് 2 വാക്ക് പറഞ്ഞ് നമുക്ക് അന്യഭാഷ അങ്ങ് നിർത്താം. വെറുതെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 2 പ്രസംഗവും 8 പ്രബോധനവും നടത്തി നോട്ടീസുകളും വായിച്ച് ഉടൻ തന്നെ കമ്മിറ്റി കൂടി പിരിയാം. പരിശുദ്ധാത്മാവ് പൂർണ്ണമായി ആരാധന ഏറ്റെടുത്ത ഒരു ദിവസം ഓർമ്മയുണ്ടോ? ഉണ്ടോ? മേഘനിമിത്തം പുരോഹിതന്മാർക്ക് ശുശ്രൂഷിപ്പാൻ കഴിഞ്ഞില്ല എന്നെഴുതിയിരിക്കുന്ന അനുഭവം പുതിയ നിയമത്തിൽ ഉണ്ടാകുമോ? വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്ന അനുഭവം നമ്മുടെ ഇടയിൽ നിന്നുപോയോ? പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ കെ.ഇ. അബ്രഹാം കൊട്ടാരക്കര പ്രസംഗിക്കുമ്പോൾ യാക്കോബായക്കാരനായ ഒരു മനുഷ്യൻ അവിടെ വന്നിരിപ്പുണ്ട്. അങ്ങനെ എന്റെ ഓർമ്മേതാ, അല്ലെങ്കിൽ വേറൊരു സമുദായം. കെ.ഇ. അബ്രഹാം ആത്മാവിൽ നിറഞ്ഞ മനുഷ്യന്റെ നേരെ ചൂണ്ടിട്ട് പറഞ്ഞു, ഈ ഇരിക്കുന്ന ചെറുപ്പക്കാരനെ ഈ പട്ടണത്തിന്റെ അഭിഷിക്തനായി ദൈവം വേർതിരിച്ചിരിക്കുന്നു. എവിടെ നിൽക്കുന്നവനെ? സമുദായത്തിൽ നിൽക്കുന്നവനെ. അപ്പൊ അങ്ങനെയൊക്കെ പരിശുദ്ധല്ലോ പറയൂ. പറയൂ. എന്നെ ഇപ്പൊ പറയാത്തെ അത് പറഞ്ഞ ആരോടാന്നറിയോ? തുടർന്ന് കൊട്ടാരക്കര സെൻട്രൽ പാസ്റ്ററായ CK ജോർജായനോടാ പറഞ്ഞത്. ജോർജായന്റെ മകൻ കഴിഞ്ഞ ദിവസം സാക്ഷി പറഞ്ഞപ്പോഴാണ് ഞാൻ കേട്ടത്. ഞാൻ ചോദിച്ചു, ദൈവദാസ, അപ്പൊ അങ്ങനെ പറഞ്ഞാൽ അത് കൾട്ടല്ലേ? പേര് വിളിച്ച് അങ്ങനെ പറയാവോ? അപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടത് തിരികെ പിടിക്കാൻ നമുക്കൊരാഗ്രഹമില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. രക്തം ജയം, രക്തം ജയം. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ പരിധിയിലെല്ലാം അപ്പുറമാണ്. ആരാധനാ ഹാളിൽ തീ കത്തുന്ന കണ്ടോണ്ട് അയൽവക്കക്കാർ ഓടി വന്നു എന്ന് 19 കൊല്ലങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നടന്നതാ. വന്നപ്പോഴാ മനസ്സിലായത് അത് തീയല്ല, അത് ഉയരത്തിലെ തീയ. ഇംഗ്ലീഷുകാരുടെ പുസ്തകത്തിലെ ഒരു ഉദാഹരണം പറയാം. പള്ളിക്ക് തീ പിടിച്ചു. ആ നാട്ടിലെ ഏറ്റവും ഉഴപ്പൻ ചെറുപ്പക്കാരൻ തീ എടുത്താൽ കയറി വന്നു. അച്ഛൻ ചോദിച്ചു, എന്റെടാ ഞാനിവിടെ 10-30 കൊല്ലം ശുചിപിടിച്ചിട്ട് നീ ഇന്ന് വരെ ഈ പള്ളി വന്നിട്ടില്ലല്ലോ. അച്ചോ, ഇന്ന് മാത്രമല്ലേ ഇവിടെ തീ ഉണ്ടായുള്ളൂ. അത് തന്നെ, നിന്റെ പള്ളിയിൽ ഒരു തീ ഉണ്ടാകണം ഈ വർഷം കേട്ടോ. ഇല്ലെങ്കിൽ ശത്രു കൊണ്ടൊന്ന് തീയിടും. അതിനു മുമ്പ് നിന്റെ അകത്തൊരു തീ കത്തണം.
ഇവിടുത്തെ യൗവനക്കാരുടെ ഉള്ളിൽ ഒരു തീ കത്തണം. പെന്തക്കോസ്തിന്റെ തീ നമ്മുടെ ഹോളുകളിൽ ആളി കത്തണം. ആർക്കും കെടുത്താൻ കഴിയാത്ത ഒരു തീ. ജീസസ് വേദനയോടെ കരഞ്ഞു. അത് മതി, വേറൊന്നും വേണ്ട നമുക്ക്. അഭിഷേകം മതിയെന്നേ, ആത്മനിറവ് മതിയെന്നേ. പരിശുദ്ധാത്മാവിന് അബദ്ധമൊന്നും പറ്റുകയില്ല. പരിശുദ്ധാത്മാവിന് അബദ്ധം പറ്റത്തില്ല. പ്രശ്നം പറയാം, വചനത്തെ അതിന്റെ പൂർണ്ണ ഗൗരവത്തോടുകൂടി അനുസരിക്കാതെ അഭിഷേകം എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ ഭ്രാന്തായി പോവും, ജഡീകനായി പോവും. അനുവദിക്കരുത്. നമുക്കിവിടെ ആരും ആകണ്ട, നമുക്കിവിടെ ഒന്നും ആകണ്ട. പ്രിയപ്പെട്ടവരെ, 1 കോടി രൂപ കൊടുത്താൽ കിട്ടുമോ ഒരു അഭിഷേകം? നിലവിലുള്ള പ്രോപ്പർട്ടി മുഴുവൻ എഴുതി കൊടുത്താൽ കിട്ടുമോ ഒരു ആത്മനിറവ്? ആത്മനിറവില്ലെങ്കിൽ എന്തിനു കൊള്ളാം? ആത്മനിറവുണ്ട്, പിന്നെ ഒന്നും വേണ്ട. ഞാൻ കൊരിന്ത് സഭയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഈർഷ്യ, പിണക്കം, ഗ്രൂപ്പിസം, വ്യഭിചാരം, ഇതെല്ലാം ഇതിനിടയിലുണ്ട്. എന്നിട്ടാ പറയുന്നത്, നിങ്ങൾ കൂടി വരുമ്പോൾ ഈ പറഞ്ഞ സംഭവം എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ സാധാരണക്കാരെ കുഴയ്ക്കുന്ന കാര്യമാണ്. ഇങ്ങനെയൊക്കെ പറ്റുമോ പാസ്റ്ററെ? പറ്റുമെന്നേ. പിന്നെ ഗിദെയോന്റെ ശിംശോന്റെ ഒക്കെ കഥ വായിച്ചു നോക്ക്. കുരുത്തക്കേട് മുഴുവൻ കാണിച്ച എഴുന്നേക്കുമ്പോൾ എന്തുണ്ട്? പറ. പവർ. ഇല്ലേ? ഉള്ള നുണയും പറഞ്ഞ് കുരുത്തക്കേട് കാണിച്ചു ചാടി എഴുന്നേക്കുമ്പോ പവർ. കയറെല്ലാം പൊട്ടുക. ഇതെന്താ? പേടിക്കണ്ട. എന്നെ പോലെ അല്ല ദൈവം, എന്നെ പോലെ അല്ല ദൈവം. ഞാൻ എൻ്റെ മോനെ സൈക്കിൾ മേടിച്ചു കൊടുത്തു. പരീക്ഷയ്ക്ക് 2 മാർക്ക് കുറഞ്ഞപ്പോൾ സൈക്കിൾ ഞാൻ മേടിച്ചു കൂട്ടി വെച്ചു. ദൈവം അങ്ങനെയൊന്നും അല്ല. ദൈവം അങ്ങനെ പൂട്ടി വെക്കുകയാണെങ്കിൽ നമ്മളിന്ന് വഴിയിലിറങ്ങിയത്. കാരണം നിന്റെ കയ്യും കാലും ഒക്കെ പൂട്ടി തന്നെ എടുക്കും. കാരണം തമ്പുരാൻ ഉദ്ദേശിച്ച പോലെ നീ നടക്കുന്നില്ല, എന്നാൽ കയ്യും കാലും പൂട്ടാം. പിറ്റേ ദിവസം വായു അങ്ങ് പൂട്ടിയാലോ. ദൈവം അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ദൈവം നിനക്കൊരു ഗിഫ്റ്റ് തന്നാൽ നീ ഓപ്പറേറ്റ് ചെയ്തോണം, നീ കണക്ക് പറഞ്ഞോ. തരിക, തിരിച്ചു മേടിക്കുക, തരിക, തിരിച്ചു മേടിക്കുക. വേറെ പണിയൊന്നുമില്ല ദൈവത്തിന്. നിന്നെ ഏൽപ്പിച്ചു, നീ ബിസിനസ് ചെയ്തോണം. വിശ്വസ്തയോടെ ചെയ്താൽ ഫലം ഉണ്ടാവും. രക്തം ജയം. ഓക്കെ, അതുകൊണ്ട് ഇനിയിപ്പോൾ എന്നാ ചെയ്യണ്ടേ? അത് നമുക്ക് ഇതൊന്നും വേണ്ടതേ. നമുക്കിങ്ങനെ ഈ വേദോത്സവ പ്രകാരം ഇച്ചിരി നേരം പ്രാർത്ഥിച്ച് ഒരു ചെറിയ മെസ്സേജൊക്കെ അതാകുമ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. അതെ. അപ്പൊ ആത്മനിറവില്ലേ ജീവിതത്തിനകത്ത് കൾട്ടുകൾ കയറി വരുന്നു, മിസ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യാം? പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ നമുക്കധികം പ്രോത്സാഹിപ്പിക്കേണ്ട. വെളിപ്പാടും ദർശനവും പ്രവചനവും ഭൂതശാന്തി അതൊന്നും വേണ്ട. ഇങ്ങനെ അങ്ങ് പോയച്ചാൽ മതി. നിങ്ങളിതിനൊരു മറുവശം മനസ്സിലാക്കണം. 25 രൂപയുടെ കള്ളനോട്ട് ഇന്ന് വരെ കേരളത്തിൽ ഇറങ്ങിയിട്ടില്ല. കാരണം എന്നാ വെച്ചാ 25 ഒറിജിനൽ ഇല്ലാത്തതുകൊണ്ട്. അതാ കാര്യം. പിശാച് തന്നെ മണ്ടനാണോ? ഏറ്റവും നല്ല സംഗതിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളൂ. ആത്മനിറവിന്റെ പ്രവർത്തനങ്ങളെയാണ് പിശാച് നോട്ടം വെച്ചിരിക്കുന്നത്. മറ്റേത് ഇങ്ങനെ പ്രസംഗിനും നശിച്ചോളൂ, എല്ലാവരും നശിച്ചോളൂ. ആഴത്തിൽ പഠിക്കണം. പലരും നിരാശരാ. ഇപ്പോഴത്തെ ഒരു കുഴപ്പം എന്നാ വെച്ചാൽ നമ്മൾ ഈ പറയുന്ന എല്ലാം നെറ്റിൽ വരുന്ന ആളെ തന്നെ. ചിലർ അതിനകത്ത് നിന്ന് ഒരു കഷ്ണം മാത്രം എടുത്തിട്ടു. അതൊരു ക്രൂര കൊലപാതകമാണ്. എല്ലാം സഹിക്കുകയല്ല. ഇപ്പം നിവൃത്തിയുണ്ട്. കഴിഞ്ഞ ദിവസം നടന്നൊരു വലിയ ഉപവാസ പ്രാർത്ഥനയാണ്. കർത്താവിന്റെ കൃപയാൽ വചനം ശുശ്രൂഷിച്ച് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നേക്കാൾ സീനിയറായ ഒരു ദൈവദാസൻ, എന്നേക്കാൾ ഡീപ്പായിട്ട് വേദോസം പഠിപ്പിക്കുന്ന ഒരു ദൈവദാസൻ, ഞാൻ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്നു. ശക്തമായ ആരാധനയിൽ എല്ലാവരും തുള്ളിച്ചാടി ആരാധിക്കുമ്പോൾ ഞാൻ ചിലർക്ക് വേണ്ടിയൊക്കെ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ദൈവദാസൻ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്നാ വിഷയം? എൻ്റെ ശുശ്രൂഷ ഒരു പരാജയമാണ്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? എൻ്റെ ശുശ്രൂഷ ഒരു പരാജയമാണ്. ഞാനിതൊക്കെ പറയും, പക്ഷെ ഞാൻ നിരാശനാന്ന് പറഞ്ഞു. ഇങ്ങനത്തെ ഒരുപാട് പേരുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് അന്നേരം എന്നോട് പറഞ്ഞു.
ഇവിടേക്കാണ് നമ്മുടെ യാത്ര. അപ്പൊ കൊരിന്ത് സഭ ആത്മനിറവ് ഉണ്ടെന്ന് തോന്നുന്നെങ്കിലും അവരും വളർന്നിട്ടില്ല. ഓക്കെ, താഴോട്ട് വായിച്ചാൽ അവരുടെ ഇവിടുത്തെ പ്രവാചകന്മാരുടെ ലിസ്റ്റൊക്കെ കിട്ടും. ഓക്കെ, അതിപ്പോൾ വായിക്കാനായിട്ട് ഞാൻ സമയം എടുക്കുന്നില്ല. അടുത്തത് എബ്രായ ലേഖനം 3 സഭയെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ആത്മീയ വളർച്ച എന്തല്ല എന്ന് കാണിക്കാനാണ്. എബ്രായർ 6 5 11 മുതൽ. കണ്ടോ, എബ്രായ സഭയ്ക്കും വളർച്ചയില്ല. അവർക്ക് കട്ടിയായ ആഹാരം വേണ്ട, പാല് മതി. എന്താണ് കട്ടിയായ ആഹാരം, എന്താണ് പാല്? നമുക്കൊരു ചെറിയ അന്വേഷണം നടത്താം. 6:1. ആ ആ ആ ആ ആ ആ എനിക്ക് മനസ്സിലാക്കാൻ വളരെ സമയമെടുത്തു ഈ വാക്യം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും ബുദ്ധിമുട്ട് വരും. ഞാൻ വായിക്കാം, മനസ്സിലാകുന്ന ഭാഷയിൽ വ്യാഖ്യാനിച്ച് വായിക്കുക കേട്ടോ, വ്യാഖ്യാനിച്ച് വായിക്കുകയാണ്. 12-ാം വാക്യം. കാലഘട്ടം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടത് നിങ്ങൾ ഇപ്പോഴും ദൈവിക അരുളപ്പാടുകളുടെ ആദ്യ പാഠം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി 6ലേക്ക് വരികയാണ്. എന്താണ് ആദ്യ പാഠം? മാനസാന്തരം, വിശ്വാസം, സ്നാനം, കൈവപ്പ്, പുനരുത്ഥാനം, ശിക്ഷാവിധി. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. അയ്യോ, അത് വേണ്ടേ പാസ്റ്ററെ? വേണം. അതെന്തുവാ? ഫണ്ടമെന്റൽ ഡോക്ട്രിൻ. നിങ്ങളൊരു പെരയ്ക്ക് കല്ലിട്ടു, നിങ്ങൾ എല്ലാ ദിവസവും ആ കല്ലിൻ്റെ മുകളിൽ കൂടെ, എത്ര നല്ലവൻ, മതിയായവൻ, കല്ലിടാനൊത്തല്ലോ, ഗ്ലോറി ഗ്ലോറി ഗ്ലോറി, എന്ത് നല്ല കല്ലായിട്ടിരിക്കുന്നു, രക്തത്താൽ ജയം, എന്നാ പ്രയോജനം? അതിൻ്റെ മുകളിലോട്ട് പണിയണ്ടേ? ഈ കല്ല് ഏതാണ്ട് നല്ല കല്ല അടിയിലിട്ടിരിക്കുന്നത്. അതേന്നേ, നിങ്ങൾ ഇത് തന്നെ പറയാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറേ ആയല്ലോ. അതിന്റെ മുകളിലോട്ടൊരു കല്ല് വയ്യേ എന്ന് പറഞ്ഞ എന്താ പാസ്റ്റേ? എങ്ങനെയത്? ഈ പൊതു കൺവെൻഷൻ പോലെയുള്ള യോഗത്തിൽ ഇത് വിവരിക്കാൻ പാടാ. പക്ഷേ കർത്താവ് എന്നെ നടത്തുന്നൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് പറയാം. എല്ലാം പറഞ്ഞു വരുമ്പോൾ സമയം പോവും. ഒരു ചർച്ച് 3-4 ദിവസത്തെ ബൈബിൾ ക്ലാസ് ക്രമീകരിച്ചു. അതിനുവേണ്ടി പോവുക. വീട്ടിൽ നിന്ന് ഒരു 60-70 മൈൽ ദൂരെയാണ്. ഒരു 50-60 മൈൽ കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് നിർത്തി ഒരു ചായ കുടിക്കുക. അപ്പോൾ എന്നെ അറിയുന്ന കുറേ വിശ്വാസികൾ അവിടെ ഉണ്ട്, ദൈവദാസന്മാരും ഉണ്ട്. അവരാ ചായക്കടയിൽ ഉണ്ടായിരുന്നു, ഹോട്ടൽ. അവരോടി വന്നു, ഫാസ്റ്റർ എവിടെ പോവുക? ഞാൻ പറഞ്ഞൊരു മീറ്റിങ്ങിന് പോവുക. അപ്പോൾ ഇവർ 3 പേരോട് പറയുക, എന്നാൽ പിന്നെ നമുക്ക് പോയാലോടെ പോയി, ഇന്ന് ഫ്രീ അല്ലേ? ഞാൻ പറഞ്ഞു പോരെ. എവിടെയാ? ഞാൻ പറഞ്ഞു തൊട്ടടുത്താ. അടുത്ത ചോദ്യം കേട്ടോ, കൺവെൻഷനാണോ? ഞാൻ പറഞ്ഞല്ല. പിന്നെ എന്നാ? ബൈബിൾ ക്ലാസ്സാ. ഓ, ഞാൻ പോരുന്നു. ഇത് നടന്ന കാര്യമാണ്, സെക്കൻഡ് ഹാൻഡ് അല്ല. ഞാൻ അവരോട് തർക്കിച്ചില്ലെങ്കിലും ഞാൻ എന്നോട് തർക്കിച്ചു പോണ വഴി മുഴുവൻ. എന്തുവാ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? കൺവെൻഷൻ ആർക്ക് വേണ്ടിയാ ഒന്ന് പറയാമോ? പബ്ലിക്, അവിശ്വാസികൾക്ക് വേണ്ടി. ബൈബിൾ ക്ലാസ് ആർക്ക് വേണ്ടിയാ? അപ്പം അവിശ്വാസികൾക്ക് വേണ്ടിയല്ലോ യോഗമാണെങ്കിൽ ആര് പോരും? വിശ്വാസികൾ വരും. വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ പോരുന്നില്ല. എന്ത് പിടി കിട്ടി? ആദ്യ പാഠം കേൾക്കാൻ ഇഷ്ടമാണ്. ഏതാ? മാനസാന്തരം, സ്നാനം, ശിശു സ്നാനം തെറ്റെന്ന് പറയുമ്പോൾ എന്നാ മറ്റൊരു കൊടുത്തതിന് സന്തോഷം.
ഞാൻ തിരിച്ചു പോണ വഴി കർത്താവിനോട് ചോദിച്ചു, സത്യമായിട്ട് നിങ്ങളോട് പറയാം, കർത്താവ് ഇങ്ങനെ പോയാൽ എന്താ സ്ഥിതി? അപ്പോൾ എന്നോട് കർത്താവ് ചോദിച്ചെന്ന് പറയുമ്പോൾ അതൊരു നെകളായി പോകും. എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്ന ചിന്തയാണ്, കൺവെൻഷന് ബൈബിൾ ക്ലാസ് എടുക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? അവർ വന്നില്ലെന്ന് നീ പറഞ്ഞല്ലോ. കൺവെൻഷൻ അവർ വരും, ക്ലാസ്സിന് അവർ വരികയില്ല. കൺവെൻഷൻ ഇവർ വരും, ക്ലാസ്സിന് വരികയില്ല. അങ്ങനെയാണ് കൺവെൻഷന് ക്ലാസ് എടുക്കാൻ ധൈര്യമുണ്ടോ? ഞാൻ പറഞ്ഞ കർത്താവ് ധൈര്യമില്ല, ആയില്ല. ക്ലാസ് എടുത്താൽ പിന്നെ എന്നെ വിളിക്കുമോ? അപ്പം നിനക്കും ഭയം ഉണ്ടല്ലേ? കർത്താവ് ആ ഭയത്തിൽ തന്നെ വിടുവിച്ചു. അതുകൊണ്ട് ഇപ്പൊ ക്ലാസ് എടുക്കുക എല്ലായിടത്തും. സ്വതന്ത്രം. ആദ്യപാഠം എന്നാ? ഡോക്ടറിൻ. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ തെറ്റിയാലും കുഴപ്പമില്ല, ഉപദേശത്തിൽ തെറ്റരുത്. നമ്മൾ പറഞ്ഞു പിടിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഇതൊക്കെ. എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ഡോക്ടറിൻ ഞങ്ങൾ കറക്റ്റാ. ജീവിതത്തിൽ തെറ്റിയാലും കുഴപ്പമില്ല, ഉപദേശത്തിൽ തെറ്റില്ല. വളർച്ചയുടെ പ്രശ്നമായത്. കർത്താവിനെ സ്തുതിക്കുന്നു. ആദിപാഠം വീണ്ടും വീണ്ടും ഇടുക. ആദിപാഠം, മാനസാന്തരം, സ്നാനം, ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്താ പിന്നെ വളർച്ച? എന്തുവാ വളർച്ച എന്ന് പറയുന്നത്? ഇതെല്ലാം ഒറ്റ പോയിന്റേ ഉള്ളൂ. ക്രിസ്തു എന്ന തലയോളം, ക്രിസ്തുവിൻ്റെ അല്ല, ക്രിസ്തു എന്ന. ചുരുക്കി പറഞ്ഞാൽ യേശുവിലുള്ള ഭാവം. നിന്നെ കാണുന്നവൻ യേശുവിനെ കാണാവുന്ന ലെവലിലേക്ക് നീ എത്തുന്നതാണ് വളർച്ച. ഇത് പറഞ്ഞാൽ ഉടനെ നമ്മൾ പറയാൻ പോണ എന്നാ അറിയോ? അയ്യോ, നമുക്ക് യേശുവിനെ പോലെ ആവാൻ പറ്റുമോ പാസ്റ്ററെ? ആകണം. അതിനല്ലേ നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആകാൻ ട്രൈ ചെയ്യണ്ടേ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് കേൾക്കണേ. ഓക്കെ. എബ്രായ ക്രിസ്ത്യാനികളും വളർന്നിട്ടില്ല. ഇനി വെളിപ്പാട് പുസ്തകം എടുത്തി. രണ്ടാം അധ്യായം 1, 2, 3 പെട്ടെന്ന് വായിച്ച്. ആ നമുക്ക് ധൃതി വെക്കണ്ട. കാരണം കർത്താവിൻ്റെ മഹാകൃപയാൽ ഈ യോഗത്തിൽ 2 മണിക്കൂർ പ്രസംഗിക്കാൻ തന്നിരിക്കും. അങ്ങനെ വല്ലയിടത്തും തരികയാണെങ്കിൽ പകുതി സമയം ട്രാൻസ്ലേറ്റർ കൊണ്ടുപോകും. ഇവിടെ ട്രാൻസ്ലേറ്ററെ മാറ്റി തന്നു. അപ്പം ഇനിയും പരാക്രമം പിടിക്കേണ്ട ഒരു കാര്യം. എന്തെങ്കിലും കുറച്ച് കാര്യം ചൊവ്വേ സമാധാനമായിട്ട് പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ഇന്ന് തീരാത്തത് നാളെയും പറയാമല്ലോ, കർത്താവ് ആയുസ്സും ആരോഗ്യം തരികയാണെങ്കിൽ. അപ്പോൾ ഒന്ന് കേട്ടേ, ഒന്നുകൂടി ഒന്ന് വായിച്ച്. എഫേസോസിലെ സഭയുടെ ദൂതനെ അവിടെ വിട്ടിട്ട് ഞാൻ നിന്റെ വായിച്ച് 2-ാം വാക്യം. പ്രവൃത്തി വായിച്ചോ. ആ ആ ആ ആ ആ ആ ആ ആ 8 കാര്യം. ഇത്രയുള്ള അവര് സ്വർഗത്തിൽ പോകാതിരിക്കുമോ? ഈ 8-ൽ ഏതാ ഏറ്റവും പവർഫുൾ എന്ന നിങ്ങളുടെ നോട്ടം? അങ്ങനെ ചോദിക്കാവുന്ന ഒരു വേദിയല്ല ഇത്. ഞാനങ്ങ് പറഞ്ഞേക്കാം. അപ്പോസ്തോലന്മാർ അല്ലാതിരിക്കെ ഡ്യൂപ്ലിക്കേറ്റ് അപ്പോസ്തോലൻ വന്നു. അവർ പല സഭ കറങ്ങി പിരിവെടുത്തു. പക്ഷേ എഫേസോസിൽ വന്നപ്പോൾ കസ്റ്റഡിയിലെടുത്തു. എന്നാ സഭയ? പല സഭ കറങ്ങി കാശുണ്ടാക്കി. അന്നേ ഉണ്ടെന്നേ തട്ടിപ്പ്. കള്ള പ്രവാചകനല്ല, കള്ള അപ്പോസ്തലനാ. എന്തൊരു കള്ളനാ! അവനെ ഏതെല്ലാം സഭയിൽ പോയോ അവിടുന്ന് എല്ലാം പറ്റിച്ചു പോന്നു. പക്ഷേ എഫേസോസിൽ വന്ന വഴി കസ്റ്റഡിയിലെടുത്തു, ക്വസ്റ്റ്യൻ ചെയ്തു.
ഐഡന്റിറ്റി കാർഡ് തിരിച്ചു മേടിച്ചു. ഇനി മേലെ ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ വാട്സപ്പിൽ വിട്ടു, ഫേസ്ബുക്കിൽ വിട്ടു. ഇവൻ കള്ളനാണ്. എന്നാ കഴിവുള്ള വിശ്വാസികളല്ലേ, പക്ഷെ സ്വർഗത്തിൽ പോവുകയില്ല. കള്ളനെപ്പിടുത്തത്തിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുക. അടുത്ത വാക്യം. ആ, ചെറിയ കുറ്റം, നാന്തര പാൽപ്പായസ, ഒരു തുള്ളി മണ്ണെണ്ണ വീണതേ ഉള്ളൂ. ശരിയേ വീണിട്ടുള്ളൂ കേട്ടോ, പേടിക്കണ്ട, ഒത്തിരി കുഴപ്പമുണ്ടാകുക. പക്ഷെ ആര് കുടിക്കാൻ? ഒരു ചെറിയ കുറ്റം. അടുത്തത്, അപ്പൊ വീണ് കിടക്കുക. കള്ളനെ പിടിക്കുമ്പോഴും എന്ത് ചെയ്തിരിക്കുക? കിടന്നോണ്ടാ പിടുത്തം. ഏതെന്ന് വീണിരിക്കുന്നു ഓർത്ത്. ആ ആ അല്ലെങ്കിലോ നീ ഇത്രയും കള്ളനെ പിടിച്ചാണല്ലോ എന്നോർത്ത് നിനക്ക് കോർഡിനേഷൻ തരികയും ചെയ്യും എന്നാണോ? ആണോ? ആ ആ എനിക്ക് മനസ്സിലായത് ഇവന്റെ കാര്യം പോക്കാം. ഞാന് എന്നെ പഠിപ്പിച്ചൊരു ദൈവാസനോട് ചോദിച്ചു, എൻ്റെ അച്ചായ ഇവര് എടുക്കപ്പെടുകയില്ലെന്നാണോ പറയുന്നത്? കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി സഹിച്ചത്, തളർന്നു പോകാഞ്ഞത്, കൊടുത്തത്, പിടിച്ചത് എല്ലാം പറഞ്ഞേച്ച് കള്ളനെ പിടിച്ചതും കൂടി എടുത്തു പറഞ്ഞേച്ച് പറയുകയാണ് നിന്റെ കാര്യം പോക്കാന്ന് പറയും. അത് ചുമ്മാ പേടിപ്പിക്കാൻ പറഞ്ഞതല്ലേ ഉള്ളൂ, അങ്ങനെ തള്ളിക്കളയോ? അടുത്ത ചോദ്യം, എന്നാൽ ഇവർക്ക് എന്നാ പറ്റിയത്? എനിക്ക് കിട്ടിയ ഉത്തരം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇവരാദ്യ കാലത്ത് നല്ല ദൈവമക്കളായിരുന്നു. എന്നാൽ ഈ കള്ളനെ പിടുത്തത്തിൽ ശ്രദ്ധ തുടങ്ങി. ഇപ്പൊ യോഗത്തിന് വന്നാൽ കണ്ണടക്കിയല്ല, പിടിവിട്ട് ആരാധിക്കുകയില്ല. കാരണം കള്ളനുണ്ടോ നോക്കണ്ടേ? ബാബു ചെറിയ കള്ളനാണെന്ന് എങ്ങനെയാ അറിയുന്നേ? നമ്മൾ പെട്ടെന്ന് അങ്ങനെ ജോലി എന്ന് പറയരുത്. അപ്പം ഇതൊരു രസമുള്ള പണിയായി, കള്ളനെപ്പിടുത്ത ഒരു രസമുള്ള പണിയായി. കാരണം ഹീറോ ആകാമല്ലോ. ഞാൻ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഒരു പ്രബോധനം പറയാം. ദൈവസഭയിലെ കള്ളനെ പിടിക്കാനൊന്നും നീ ചാകാൻ തുടങ്ങണ്ട, അതൊക്കെ ദൈവം പിടിച്ചോളും. ഈ പെട്ടകം ചെരിഞ്ഞപ്പം ആ ചെറുക്കം കയറി പിടിക്കേണ്ട വല്ല കാര്യം അവനുണ്ടായിരുന്നു? അല്ല, എന്നെ അറിയാമല്ലാതുകൊണ്ട് ചോദിച്ചു. പെട്ടകം ചെരിഞ്ഞപ്പോൾ ഇവന് വല്ല ആവശ്യം ഉണ്ടായിരുന്നു? അവൻ്റെ കാര്യം പോയില്ലേ? പെട്ടകം അറിയാതെ സൂക്ഷിക്കാൻ അവൻ്റെ ഉടമസ്ഥൻ അറിയാം. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ആവശ്യമില്ലാത്തടത്തൊന്നും കയറി കൈവെക്കരുത്. ആവശ്യമില്ലാത്ത കമന്റ് ഒന്നും പറയരുത്. അതൊക്കെ തലമുറയ്ക്ക് ദോഷമായിട്ട് വരും പിന്നീട്. പ്രൈസ് ടു ജീസസ്. അപ്പോ ഉപദേശ നിശ്ചയമുള്ള, കള്ളത്തരം കാണിച്ച പിടിക്കാൻ കഴിവുള്ള അവരും വളർന്നിട്ടില്ല. അവരും വളർന്നിട്ടില്ല. കൃപാവരങ്ങളുള്ള കൊരിന്ത് സഭ വളർന്നിട്ടില്ല. അടിസ്ഥാന ഉപദേശം റിപ്പീറ്റ് ചെയ്ത് പറയുന്ന എബ്രായർ വളർന്നിട്ടില്ല. കള്ളനെ പിടിക്കാൻ തക്ക പാണ്ഡിത്യമുള്ള എഫേസോസുകാരും വളർന്നിട്ടില്ല. അപ്പൊ പിന്നെ വളർച്ച എന്താ? അതാണ് നമുക്ക് മനസ്സിലാകേണ്ടത്. പൗലോസിന് ഏറ്റവും ഇന്റിമേറ്റ് സഭയാണ് ഫിലിപ്പിയ സഭ. ഫിലിപ്പ്യരേ, സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മാസിഡോണിയയിൽ നിന്ന് പോന്നിട്ട് നിങ്ങൾ മാത്രമേ എനിക്കൊരു മിസ് കോളെങ്കിലും അയച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ മിഷൻ എന്ന് കേട്ടാൽ ഭയങ്കര ആത്മാർത്ഥമുള്ളൊരു സഭയാ ഫിലിപ്പിയ സഭ. അവരെ ഒരു കുറ്റവും പൗലോസിന് പറയാനുമില്ല. ആ ലേഖനത്തിലാണ് പറഞ്ഞത് ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ. കാരണം അവരോടെ അത് പറഞ്ഞിട്ട് കാര്യമോ? അല്ലാത്തവരോട് അത് പറഞ്ഞാൽ അത് വല്ലതും അവർക്ക് തിരിയുമോ?
ക്രിസ്തുവേശുവിലുള്ള ഭാവം എന്ന കാര്യം പറയാനുള്ള, കേൾക്കാനുള്ള വളർച്ച ഫിലിപ്പിയർക്കുണ്ടായിരുന്നു. ലേലുയ, ലേലുയ, ലേലുയ. ഇതാണ് വളർച്ച. സ്തോത്രം. പത്രോസിന്റെ ലേഖനത്തിലേക്ക് വന്ന വളർച്ചയുടെ ക്ലൈമാക്സ് കാണിക്കാം. വളർച്ചയുടെ ക്ലൈമാക്സ് ശ്രദ്ധിച്ചാൽ മതി, പ്രാർത്ഥനയോട് ശ്രദ്ധിച്ചു, ഒരു കുഴപ്പമില്ല. 4:1 1 പത്രോസ് 4:1. ആമേൻ. ഒരു ചോദ്യം ചോദിക്കുക, നമ്മൾ എന്ത് ധരിക്കണം? വാക്യം കിടക്കുന്നു, എന്ത് ധരിക്കണം? കറക്റ്റ്, A+. ക്രിസ്തുവിൻ്റെ ഭാവം ധരിക്കണം. ഇച്ചിരി കൂടി ഒന്ന് നല്ലൊരു ഉത്തരം കണ്ടുപിടിക്കാം. ക്രിസ്തുവിൻ്റെ ഏത് ഭാവം? കഷ്ടം അനുഭവിച്ചപ്പോഴത്തെ ഭാവം. ഒരു മനുഷ്യന്റെ ഒറിജിനൽ ഭാവം വെളിപ്പെടുന്ന എപ്പോഴാ? കഷ്ടം വരുമ്പോഴാ. സന്തോഷം വരുമ്പോഴല്ല. ഒരു മനുഷ്യൻ ആരാന്നറിയണേ അവനെ ഒന്ന് വേദനിപ്പിക്കണം. അന്നേരം പറയുന്നത് കേട്ടിട്ടുണ്ടോ? എൻ്റെ സ്വഭാവം എടുപ്പിക്കരുത് എന്ന് പറയല്ലേ. ഞാൻ സാധനം വെച്ചിട്ടുണ്ട്, എടുക്കുന്നില്ലെന്നേ ഉള്ളൂ. കർത്താവിൻ്റെ മുഖത്ത് തുപ്പി, കുന്തം കൊണ്ട് കുത്തി, നുണ പറഞ്ഞു, സ്വഭാവം വെളിപ്പെട്ടു. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് വളർച്ച. ഇതാണ് വളർച്ച. ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം, ആയുധം. ഇനി അടുത്ത ചോദ്യം, ആയുധം എന്തിനുള്ള ആയുധ? വെട്ടാനുള്ള ആയുധമല്ല, പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആയുധം. ആയുധമായി ധരിക്കണം. ധരിക്കണം. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇത് ധരിച്ചാലുള്ള ഗുണം എന്നാ? ഒന്നും നമുക്ക് ടേക്കത്തില്ല. ക്രിസ്തുവിന്റെ മനോഭാവമുള്ളവനെ ആർക്ക് എന്നാ ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ മനോഭാവമുള്ളവരെ ആർക്കും ഉപദ്രവിക്കാൻ പറ്റുകയില്ല. കാരണം ഏറ്റവും കൂടുതൽ ഉപദ്രവം സഹിച്ചത് യേശുവാണ്. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം പരമേൽപ്പിച്ച യേശു നമ്മുടെ മുമ്പിൽ നിൽക്കുക. കർത്താവിനൊരു പ്രതികരണശേഷി ഇല്ലയോ എന്ന് തോന്നിപ്പോവും. യേശുവോ മിണ്ടാതിരുന്നു, യേശുവോ മിണ്ടാതിരുന്നു, യേശുവോ മിണ്ടാതിരുന്നു. എത്ര പ്രാവശ്യം എഴുതിയിരിക്കുന്നത്? മിണ്ടാതിരിക്കാനൊരു കൃപ വേണം അല്ലേ? മിണ്ടാതിരിക്കാനൊരു കൃപ വേണം. കുടുംബത്തിൽ വഴക്കുകൾ കുറയ്ക്കാൻ ഒരു മാർഗം എന്നാണെന്നറിയോ? മിണ്ടായിരുന്നാൽ മതി. ഇടയ്ക്കൊരു ഉദാഹരണം പറഞ്ഞേക്കാം. ഒരു സഹോദരി ഒരു അച്ഛനെ കാണാൻ ചെന്നു. പ്രാർത്ഥിച്ചു വെള്ളം കൊടുക്കുന്ന ഒരു അച്ഛനാണ്. ചെയ്ത വിഷയങ്ങളെല്ലാം പറഞ്ഞു. ഭർത്താവ് ഭയങ്കര ചീത്തവിളിയാ, സ്വൈര്യമില്ല. ഈ ചീത്തയെല്ലാം പിള്ളേർ കേട്ട് പഠിക്കുക. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പണി അച്ഛൻ ചെയ്യണമെന്ന് പറഞ്ഞു. അച്ഛന് കുറച്ച് മനഃശാസ്ത്രം അറിയാം. അച്ഛൻ ചോദിച്ചു, എത്ര മണിക്കായി ഇവൻ ചീത്തവിളി തുടങ്ങുന്നതെന്ന് ചോദിച്ചു. വൈകുന്നേരം 7 മണിക്കാ തോന്നും. എത്ര മണിക്കായി ഇവൻ വീട്ടിൽ വരുന്നതെന്ന് ചോദിച്ചു. 6:45 എത്ര മണി വരെ ഈ ചീത്തവിളി ഉണ്ടെന്ന് ചോദിച്ചു. ചിലപ്പോൾ 12, ചിലപ്പോൾ 12:30 വരെയാണ്. നീ എത്ര മണിക്കാണ് കിടക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ 12 12:30 കിടക്കുന്നതെന്ന്. കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇവിടെ ഇരുന്ന് ഞാൻ ഇച്ചിരി കൂടിയ വെള്ളം എടുക്കാൻ പോണേ, പ്രാർത്ഥിച്ചെടുത്തുകൊണ്ട് വരാതോ. ഇവന് കൊടുക്കാനാ, കുടിയന് കൊടുക്കാം. പുള്ളിയകത്ത് പോയി വെള്ളം എടുത്തുകൊണ്ട് വന്നേച്ച് പറഞ്ഞു, കുടിയനല്ല വെള്ളം, നിനക്കാ വെള്ളം. ഇത് നീ വായിലൊഴിക്കണം. എപ്പോഴാണ് ഒഴിക്കേണ്ടതെന്ന് ഞാൻ പറയാം. കൃത്യം 6:45 ഒഴിക്കണം. വൈകിട്ട് 6:45 ഒഴിക്കണം. രാത്രി 12 വരെ ഇത് തുപ്പരുത്. പഥ്യം തെറ്റിച്ചാൽ വലിയ വിഷയം ഉണ്ടാവും. അയ്യോ അച്ഛാ, അന്നേരം അവനൊന്നും കൊടുക്കണ്ട, നീ ഇതൊന്ന് ചെയ്യ. അത്ര പവറായി വെള്ളത്തിന്. അവനെ പോലെയുള്ളൊരു ദുഷ്ടന്റെ വായിൽ ഇത് ഒഴിക്കാൻ പാടില്ല. നീ വളരെ ഡീസൻ്റ് അല്ലേ, ഇത് വായിൽ ഒഴിച്ചോണ്ടാ മതി. കൃത്യം 6:45 ഒഴിച്ചോണം, 12 വരെ തുപ്പരുത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിലെ ബഹളം തീർന്നു. ഒരു ശബ്ദം പോലും ഇല്ല. അതിലൊക്കെ കാര്യം ചോദിച്ചു, എന്നാ പറ്റി നമ്മുടെ മത്തായിക്ക്?
ഒരനക്കവും ഇല്ല. അച്ഛൻ്റെ അടുത്ത് ചെന്നു, 3-ാം പക്കം ചെന്നു. ഒരാഴ്ച കഴിഞ്ഞ് വരാനാ വന്നത്. 3-ാം പക്കം ചെന്നു. അച്ഛോ, സകല പ്രശ്നം തീർന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്തു, ഒരു 11-ാമത് ഒപ്പിക്കോളാൻ പറഞ്ഞു. ഇനിയും തൊട്ട് 11-ാമത് ഒപ്പിക്കോളാൻ പറഞ്ഞു. എവിടെ 10-ാമളെ മത്തായി ഉറങ്ങും. കാരണം ഇവൾ ഒച്ച വെക്കാത്ത കാരണം അവനും ഒച്ച വെക്കാൻ പറ്റുന്നില്ല. എല്ലാത്തിനും ഒരു രസമില്ല. ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ടും കൂടെ പറയാതെ എങ്ങനെയാ? ഇതൊക്കെ ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഈ ആത്മീയ വളർച്ച എന്ന് പറഞ്ഞാൽ നീ കിടന്ന് ചിലക്കിയല്ലേ, തൊട്ടതിനല്ല. ഒന്ന് മിണ്ടാതിരുന്ന് പഠിച്ചേ. ദൈവം പ്രവർത്തിക്കും. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. ഈ എല്ലാത്തിനും കയറി വർത്താനം പറഞ്ഞ് ഉള്ള അന്തരീക്ഷം കളയുക, ഉള്ള കൃപ മുഴുവൻ കളയുക. മിണ്ടാതിരിക്കുക. വിമർശനത്തിന്റെ മുമ്പിൽ മിണ്ടാതിരിക്കുക. ഇതാ യേശുവിന്റെ ഭാവം. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചുകൊണ്ട് ആ ഭാവം അതിനെ ധരിച്ചു. ഇത് നിന്റെ മേത്ത് കിടപ്പുണ്ടെങ്കിൽ നിനക്കിട്ട് ഒന്നും ഏക്കത്തില്ല. എന്ത് ബുള്ളറ്റ് വന്നാലും കൊള്ളത്തിൽ തെറിച്ചു പോകും. ഇതാ ക്രിസ്തുവിന്റെ ഭാവം. തീർന്നില്ല. വളർച്ചയുടെ ക്ലൈമാക്സ് കാണിക്കാം. 1 പത്രോസ് 3:9. 3:9. ആ, ആമേൻ. ആ, ആമേൻ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. വാക്യം ചേർന്ന് പറഞ്ഞാട്ടെ. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. വളർച്ചയുടെ ഏറ്റവും ഉയർന്ന ലെവലാ. അതെന്താണെന്നറിയോ? അനുഗ്രഹിക്കുക. ബ്ലസ്. ഗോഡ് ബ്ലസ് യു. ബ്ലസ് യു. എല്ലാവരും അങ്ങ് ബ്ലസ് ചെയ്യും. ഇന്ന് നേരം വിളിച്ചിട്ട് ആരെങ്കിലുമൊക്കെ ബ്ലസ് ചെയ്തായിരുന്നു. അത് അടുത്ത് കിട്ടിയില്ല സാറേ, അതുകൊണ്ട് ഓക്കെ, ഇന്ന് ഒരുങ്ങിപ്പോക്കോ, നാളെ കിട്ടും. രാത്രി തന്നെ കിട്ടാൻ സാധ്യത ഉണ്ടല്ലോ. ആരെയാ ബ്ലസ് ചെയ്യേണ്ടത്? ദോഷം ചെയ്യുന്നവനെ, ചീത്ത വിളിക്കുന്നവനെ, കുശുമ്പും കുന്നായ്മ ഒപ്പിക്കുന്ന ആളെ എന്ത് ചെയ്യണം? ബ്ലസ്. യോ, ഇതാണോ ആത്മീയ വളർച്ച? എൻ്റെ പൊന്നെ വേണ്ട. ഈ ഉള്ള വളർച്ച ധാരാളം. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലെവലിലോട്ട് ദൈവസഭ വരാതെ വന്നിട്ട് ജഡീകരായ ആളുകളെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. ഇവിടെയാണ് സഭ ഇന്ന് പരാജയപ്പെട്ടിരിക്കുന്നത്. ക്ഷമയില്ല, സ്നേഹമില്ല, വിട്ടുവീഴ്ചയില്ല. ഇങ്ങനത്തെ ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവന്നിരിക്കുക. എന്നിട്ടോ പരീശ ഭക്തി, കപടഭക്തി അങ്ങ് വീശി പിടിച്ചിരിക്കുക. മറ്റുള്ളവരെല്ലാം അശുദ്ധരാണെന്ന് പറയാനുള്ള ഭയങ്കര ധൈര്യമാണ്. ഡൈവോഴ്സ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു വിഷമവും ഇല്ല. മാതാപിതാക്കളെ അപമാനിക്കാൻ ഒരു സങ്കടവും ഇല്ല. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവുക. പക്ഷെ അപ്പോഴും ഞങ്ങൾ ഉപദേശത്തിലാണ് നിൽക്കുന്നത്. ഒരു യൂത്ത് മീറ്റിംഗ് കേട്ടോണം, എന്നിട്ടൊരു ബ്രേക്ക് കൊടുക്കാൻ പോകാം. ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു യൂത്ത് മീറ്റിങ്ങിന് എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം വല്ലപ്പോഴും ഒന്ന് പോകും. അവിടെ തന്നെയുള്ള പിള്ളേരാണ് മീറ്റിംഗ് നടത്തുന്നത്. കോളേജിൻ്റെ ക്യാമ്പസിൽ നടക്കുന്ന മീറ്റിംഗാണ്. വല്ലപ്പോഴും ഇദ്ദേഹം അവിടെ പോകും. എൻ്റെ ഒരു സ്നേഹിതനാണ്, അനുഗ്രഹിക്കപ്പെട്ട യുവാസന. അപ്പോൾ ഈ യൂത്തിൻ്റെ എങ്ങനെയുണ്ട് മീറ്റിങ്ങിന് കാണാൻ വേണ്ടി പുള്ളി ഒന്ന് ചെയ്തു. കേരളത്തിന് പുറത്താണേ, സ്ഥലമൊന്നും പറയുന്നില്ല. ചെന്നപ്പോൾ 20 പിള്ളേരുണ്ട്. നല്ല എഞ്ചിനീയറിംഗ് പിള്ളേരാണെന്ന് തോന്നുന്നു. നല്ല ഗ്രൂപ്പാണ്. ഇദ്ദേഹം അവരുടെ ക്ലാസ്സൊക്കെ എടുത്ത് പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ച് വചനം പറഞ്ഞു കൊടുത്ത് എല്ലാം കഴിഞ്ഞ് മീറ്റിംഗ് തീർന്നപ്പോൾ ചോദിച്ചു, ഫ്രെഡിയെ കണ്ടില്ലല്ലോ? ഞാൻ ചുമ്മാ അതൊരു പേരങ്ങ് ഇട്ടതാ കേട്ടോ. ഫ്രെഡി അല്ല, ഒറിജിനൽ പേര് പറഞ്ഞാൽ അവരുടെ വലിയൊരു ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ഒന്നും പറയാനൊക്കെയല്ല. ഫ്രെഡിയെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ ഞങ്ങൾ അവനെ എന്നും വിളിക്കും, അവൻ വരികയില്ല. അവൻ വരികയല്ലേ? അതെന്താ അവൻ വരാത്തെ? ഞങ്ങൾ എന്നും വിളിക്കുന്ന അച്ഛാ, അവൻ വരിക. നേരെ റൂമിൽ ചെന്നു, ഫ്രെഡിയുടെ മുറിയിൽ ചെന്നു. ഫ്രെഡി, നീ എന്താ മീറ്റിങ്ങിന് വരാഞ്ഞേ? അച്ഛാ, അച്ഛൻ ഇത്ര അത് പൊളിച്ചു പോലെ അച്ഛാ,
അതിനാ നീ പറഞ്ഞ അച്ഛൻ അറിയാവോ ആ ഗ്രൂപ്പിൽ ആരൊക്കെയാ ഇരിക്കുന്നതെന്ന്? CSI-ക്കാര്, മർത്തോമക്കാര്, ഇവാഞ്ചലിക്കക്കാര്, യാക്കോക്കാര്, ഒന്നുമില്ലാത്തവർ. ഞാനോ? ഞാൻ തലമുറയായിട്ട് IPC ജനിച്ചു വളർന്നവനാ. ഞാൻ വരികയുള്ളൂ. ഞാൻ IPCയിലെ ഒരു പാസ്റ്ററാണേ. അപ്പോൾ കോളേജിലെ അവിശ്വാസികളായ പിള്ളേരെ കൂട്ടി നടത്തുന്ന ക്യാമ്പിൽ ആര് വരികയില്ല? പാരമ്പര്യമായി പെന്തിക്കോസ് ജനിച്ച പിള്ളേർ വരികയില്ല. അത് കഴിഞ്ഞ് നോക്കുമ്പോഴാ ഇവന്റെ കട്ടിലിന്റെ അടിയിൽ സിഗരറ്റിന്റെ കൂട് കിടക്കും. അതിന് കുഴപ്പമില്ല. അതെന്ന് പറഞ്ഞ് ഞങ്ങളെ പാരമ്പര്യമായിട്ട് ഉപദേശ നിശ്ചയം ഉണ്ട്. അതുകൊണ്ടാ വരികയില്ലാത്ത CSI-ക്കാർ, മർത്തോമക്കാർ, ഇവാഞ്ചലിക്കക്കാർ, പിന്നെ ഒന്നുമില്ലാത്തവർ അവർ കൂടി ഇരുന്ന് നടന്ന ഗ്രൂപ്പിന് എന്നെ കിട്ടിയല്ല. അച്ഛൻ ഇങ്ങനെ തരം താണ് പോയല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് സഹിക്കാൻ പറ്റും. ഈ കൊച്ചിനെ എന്നാ ചെയ്യാൻ പറ്റും? ഈ കൊച്ചന്റെ കയ്യിൽ സിഗരറ്റ് കൂട് മാത്രമല്ല, വേറെ സാധനമൊക്കെ ഉണ്ട്. അതെല്ലാം പിന്നെ പിടിച്ചു. അതിനൊന്നും ഒരു കുഴപ്പമില്ല. കോളേജിലെ മറ്റു കുട്ടികളെ നേടാൻ ചെറുപ്പക്കാര് സംഘടിപ്പിച്ച പ്രെയർ ഗ്രൂപ്പിന് മതിലേക്കെടുത്ത വിശ്വാസി വരികയില്ല. എന്താ വേർപാട് നഷ്ടപ്പെടാതിരിക്കാനാ? ഓ എൻ്റെ മോനെ, നിന്നെ ആരടാ ശുദ്രം ചെയ്ത് വാങ്ങിക്കുന്നത്? ഇവനെ ഒന്നും പഠിപ്പിക്കാൻ പറ്റിയല്ല. നമ്പർ 1 പരീക്ഷന്മാരെ കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ തിരിച്ചറിയണ്ടേ? ദൈവം തമ്പുരാൻ നമുക്ക് ബോധ്യം തരട്ടെ. സ്തോത്രം. അത് കഴിഞ്ഞ് അന്വേഷിച്ചപ്പോഴാണ് ഈ ചെറുക്കൻ കോളേജിൽ നിന്ന് പറയും വീക്കെൻഡിന് വീട്ടിൽ പോവുക. വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു, അവനെ കണ്ടില്ലല്ലോ. അപ്പൊ ഇവൻ ഗേൾ ഫ്രണ്ടിനെയും കൊണ്ട് കറങ്ങാൻ പോവാ. പക്ഷേ വേർപാട് സൂക്ഷിക്കും കേട്ടോ. വേർപാട് കൃത്യമായിട്ട് സൂക്ഷിക്കുക. എന്താ വേർപാടെന്ന് പറഞ്ഞ? എന്താ വേർപാട്? വളർച്ച. ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളെ ഊതി വീർപ്പിച്ചിട്ട് അതാണ് ഭക്തി എന്ന് പറയുന്നതാണോ ആത്മീയ വളർച്ച? നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കുന്നത് കൊണ്ട് അനുഗ്രഹിക്കുകയും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മറ്റുള്ളവരെ അനുഗ്രഹിക്കത്തക്ക നിലയിലേക്ക് വളർന്നിട്ടുണ്ടോ? അതാ എൻ്റെ ചോദ്യം. നിന്നെ ഉപദ്രവിക്കുന്നവനെ അനുഗ്രഹിക്കാൻ പറ്റുമോ? ഒന്ന് പ്രാർത്ഥിച്ചേ കർത്താവിനോട്, ഒന്ന് കണ്ണടച്ചേ. ദൈവം നിങ്ങളെ കൈവിടത്തില്ല. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ മീറ്റിംഗ് വന്നത്. ഇങ്ങനെ ഒരു മീറ്റിംഗ് വന്നില്ല, ഇതൊന്നും പറയാനൊക്കെയില്ല. ഞാനിവിടെ എത്രയോ മീറ്റിങ്ങുകൾക്ക് വന്നിട്ടുണ്ട്, ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. കാരണം നടക്കത്തില്ല, സമയമില്ലല്ലോ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു ഫ്രീഡം ഉള്ളത്. തുറന്നങ്ങ് പറയുക. നിന്റെ സാഹചര്യം ദൈവം അറിഞ്ഞിട്ട് തന്നെയാണ് നിന്നെ ആക്കിയിരിക്കുന്നത്. നീ അതെങ്ങനെ ഡീൽ ചെയ്യുമെന്ന് കാണാൻ ദൈവം നോക്കിയിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം, സ്തോത്രം. നിന്റെ സാഹചര്യം ദൈവത്തിനറിയാം. നീ അതെങ്ങനെ കൈകാര്യം ചെയ്യും, നീ അതിനെ അനുഗ്രഹമാക്കി മാറ്റുമെന്നറിയാൻ ദൈവം നോക്കിയിരിക്കുക. അതോ നീ കുറ്റം പറയുമോ? അതോ നീ ശപിക്കുമോ? നീ ആത്മീയമായി വളർന്നവനാണ്, നീ അതിനെ ഫേസ് ചെയ്യുമെന്ന് ദൈവത്തിനറിയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, സാഹചര്യങ്ങളെ കുറ്റം പറയാതെ ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ നമുക്ക് മരിപ്പിക്കാം. ആത്മാവിൽ നമുക്കൊന്ന് ജീവിക്കാം. ആത്മാവിൽ നമുക്കൊന്ന് ജീവിക്കാം. ആത്മാവിലൊന്ന് ജീവിക്കാം. ഒന്ന് കണ്ണുകൾ അടച്ച് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഒരു ചെറിയ ബ്രേക്ക് ഞാൻ കൊടുക്കാൻ പോവാം.